ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കിടിലൻ തോരൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കാണുന്നത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് കേട്ടോ ചുരുളി. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല. ഇത് അധിക പേർക്കും ചിലപ്പോൾ അറിയേണ്ടാവില്ല. നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിതാ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പുഴുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനെല്ലാം ഓരോന്ന് എടുത്തിട്ട് പുഴുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ നിന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് തൊട്ടടുത്തുള്ളൊരു പുഴയുണ്ട് കേട്ടോ, അവിടെ നിന്നാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എപ്പോഴും പുഴയിൽ നിന്ന് കേട്ടോ കുളിക്കാറുണ്ടായിരുന്നത്. അന്നൊക്കെ കൊടുന്ന് വെച്ചിരുന്നു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണിത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ചുരുളികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകട്ടെ. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു സ്റ്റൗവിൽ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ചുരുളിയിലും പാകത്തിനുള്ള ഉപ്പും കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് പാകത്തിനൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുരുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ചുരുളിത്തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് നമ്മൾ അരിമുളകില്ലേ, അതായത് കാന്താരിമുളക്, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ തോരൻ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എരിവ് വേണം കേട്ടോ, എങ്കിലേ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും തോരനും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാനിത് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചുരുളി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ചുരുളി കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തോരനിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴിതാ നമ്മുടെ കിടിലൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.